നല്ലൊരു ടേസ്റ്റി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഉപ്പ്, തൈര് എന്നിവ ചേർത്ത് നന്നായി മിക്സാക്കി അരമണിക്കൂർ വെക്കുക. ഇനി ചിക്കൻ കറിക്ക് ആവശ്യമായ സവാള, ചുവന്നുള്ളി ചോപ്പ് ചെയ്തെടുക്കുക. ഇനി ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, അല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി ഫ്ലെയിം ഓണാക്കി കുക്കർ വെച്ച് കുക്കർ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി, കുരുമുളക് പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് ഒരു ലേശം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായി മിക്സാക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം തക്കാളി സ്ലൈസാക്കി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് ചേരാൻ ഫ്ലെയിം കുറച്ചിടുക. ഇനി ഫ്ലെയിം ഓണാക്കി ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ്റെ പീസസ് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്ലൈസാക്കിയ തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.